ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ്റെ മീനിങ് പറയാം. മിസ്റ്റർ ആനന്ദ്, എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എംപ്ലോയിഡ് ഇൻ ലണ്ടൻ സിൻസ് 1990, കംസ് ടു ഇന്ത്യ ഓൺ 30/6/2014. മിസ്റ്റർ ആനന്ദ് ഇന്ത്യൻ സിറ്റിസണായ വ്യക്തിയാണ്. അയാൾ ലണ്ടനിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. എപ്പോഴാണ് പോയത്? 1990 ശേഷം പോയതാണ്. അപ്പം ഇന്ത്യയിലേക്ക് പിന്നീട് വന്നത് 30/6/2014. അതായത് 1990 ലണ്ടനിൽ ജോലിക്ക് പോയ ആൾ പിന്നീട് തിരിച്ചു വരുന്നത്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 30/6/2014, അതായത് ജൂൺ 30, 2014 ദെൻ അയാൾ ഇന്ത്യയിൽ തന്നെ 3 വർഷം താമസിച്ചു. പിന്നീട് വീണ്ടും USA പോയി. എപ്പോൾ? ജൂലൈ 1, 2017. ഓക്കെ. ദെൻ ജൂലൈ 1, 2017 USA പോയ ആൾ പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഏപ്രിൽ 1, 2018. അതിനുശേഷം വീണ്ടും USA തന്നെ പോയി. എപ്പോൾ? 31 ജൂലൈ 2019. ദെൻ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. എപ്പോഴാണ്? ഡിസംബർ 31, 2020. പക്ഷെ ഇപ്പം ഈ ഡിസംബർ 31, 2020 ഇന്ത്യയിലേക്ക് വന്നത് അയാൾ ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ്. അതായത് ആ USA കമ്പനിയിൽ നിന്ന് ഇവിടുത്തെ ഡൽഹി ബ്രാഞ്ചിലേക്ക് അയാൾ ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. സോ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം 2 ബേസിക് കണ്ടീഷനാണുള്ളത്. ഒന്ന് 182, 2 60, 365 അല്ലേ? ഇവിടെ നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ, ഇത് ഇന്ത്യൻ സിറ്റിസണായ ഒരു വ്യക്തിയാണ്, ഇയാൾ ഇന്ത്യക്ക് വിട്ട് പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ 60 ദിവസം എന്നുള്ളത് 182 ആയിട്ട് തന്നെ എടുക്കണോ എന്നതാണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നുണ്ട്, നിലവിലുള്ള പ്രീവിയസ് ഇയർ, അതായത് ഡിസംബർ 31, 2020 എന്ന് പറയുന്ന ഡേറ്റ് നമ്മുടെ നിലവിലെ പ്രീവിയസ് ഇയർ ഡേറ്റ് ആണ് അല്ലേ? ആ ഡേറ്റിൽ അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ്. അതായത് ഡൽഹി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലാതെ വിസിറ്റിംഗ് പർപ്പസിനല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇന്ത്യ വിട്ട് പോകുന്ന ഒരു വ്യക്തി, ഇന്ത്യ വിട്ട് പോകുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണായ ഒരു വ്യക്തി ജോലി ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്നിട്ട് അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വിസിറ്റിംഗ് പർപ്പസിനാണെങ്കിൽ, ഓക്കെ, ഇന്ത്യ കാണാനൊക്കെ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ, അതൊക്കെ വിസിറ്റിംഗ് പർപ്പസായിട്ട് നമുക്ക് കാണാം. ആ വിസിറ്റിംഗ് പർപ്പസിനാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനായ 60 ദിവസം എന്നുള്ളത് 182 ദിവസമായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇതിനു മുമ്പ് 2 പ്രോബ്ലം നമ്മൾ ചെയ്തു. അതിലൊക്കെ പ്രീവിയസ് ഇയറിൽ വിസിറ്റിംഗ് പർപ്പസിനാണ് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് ഡൽഹി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ വിസിറ്റിംഗ് പർപ്പസിനല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ 60 ദിവസം എന്നുള്ളത് 182 ആക്കേണ്ട ഒരു ആവശ്യമില്ല. അത് 60 ദിവസമായിട്ട് തന്നെ കണക്കാക്കണം. അതായത് നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണിത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷം 365 ദിവസമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇയാളുടെ സ്റ്റാറ്റസ് കാണാൻ ആദ്യം നമ്മുടെ പ്രീവിയസ് ഇയർ എഴുതുക. പ്രീവിയസ് ഇയർ ഏതാണ്? 2020-21 ഏപ്രിൽ തുടങ്ങി മാർച്ച് അവസാനിക്കുന്നു. ആ ഒരു പീരീഡിൽ അയാൾ എത്ര ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് സെൻറ്റൻസിൽ ഡിസംബർ 31, 2020 ഇയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആ ഡേറ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വരുന്ന ഡേറ്റ് ആണ്. അതിന് തൊട്ട് മുമ്പിലുള്ള ഡേറ്റ് ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഏതാണ് ആ തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്? ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1/4/2018 ആൻഡ് വെൻറ്റ് ബാക്ക് ടു USA ഓൺ 31/7/2019 അല്ലേ? ജൂലൈ 31, 2019 അയാൾ USA പോകുന്നത്. അതിനുശേഷം അയാൾ ഇന്ത്യയിലേക്ക് വന്നത് ഡിസംബർ 31, 2020 ഓക്കെ, ഡിസംബർ 31, 2020 അയാൾ ഇന്ത്യയിലേക്ക് വന്നത്. എപ്പോൾ പോയത്? ജൂലൈ 31, 2019 പോയ ആൾ. സോ ഈ പ്രീവിയസ് ഇയറിൽ, നിലവിലുള്ള പ്രീവിയസ് ഇയർ ആരംഭിക്കുന്നത് ഏപ്രിലാണ് അല്ലേ? ഏപ്രിൽ 2020. അയാൾ ഇന്ത്യയിലുണ്ടോ? ഇല്ല. കാരണം അയാൾ വന്നത് എപ്പോഴാണ്? ഡിസംബർ 31, 2020 അപ്പം ഏപ്രിലിലില്ല, മെയ്യിലില്ല, ജൂണിലില്ല, ജൂലൈയിലില്ല, ഓഗസ്റ്റിലില്ല അല്ലേ, സെപ്റ്റംബറിലില്ല, ഒക്ടോബറിലില്ല, നവംബറിലില്ല. ദെൻ ഡിസംബറാണ് വരുന്നത്. ഡിസംബറിൽ എപ്പോഴാണ് അയാൾ വന്നത്? 31 വന്നത്. അപ്പോൾ ഡിസംബർ ആകെ 31 ദിവസമേ ഉള്ളൂ. അപ്പോൾ 31 വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ദിവസം ഇന്ത്യയിലായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഡിസംബർ 2020 എന്ന് പറയുന്ന ഡേറ്റിൽ ഒരു ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദെൻ
പിന്നെ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 2021, ഫെബ്രുവരി 2021, മാർച്ച് 2021 ഈ 3 മാസം അയാൾ ഇന്ത്യയിൽ ഫുള്ളായിട്ടുണ്ട്. കാരണം അയാൾ ഡിസംബർ 31, 2020 ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ് വരുന്നത് ഡൽഹി ബ്രാഞ്ചിലേക്ക്. പിന്നീട് അയാൾ എവിടെയും പോകുന്നില്ല. അതിൻ്റെ അർത്ഥം അതിനുശേഷം അയാൾ ഇന്ത്യയിൽ തന്നെയാണ് എന്നാണ്. അപ്പം ജനുവരി 2021 ടോട്ടൽ 31 ദിവസമുണ്ട്. ഫെബ്രുവരി 2021 21 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല, നോർമലാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി എത്ര ദിവസമേ ഉണ്ടാവൂ? 28 ദിവസം. ദെൻ മാർച്ച് 2021 31. അങ്ങനെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 91 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ടോട്ടൽ 182 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ദെൻ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കുക. രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ 60 ദിവസം എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 91 ഡേയ്സ് ആണ്. ഇനി കാണേണ്ടത് ആ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ 60 ദിവസം മാത്രം പോരാ, 4 വർഷം 365 കൂടി കിട്ടണം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷം 365 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി 4 വർഷം എടുത്തെഴുതുക. 1/4/2019 to 30. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ 2020-21 അതിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷമാണ് എഴുതേണ്ടത്. അപ്പോൾ 19, 20, 18, 19, 17, 18, 16, 17 ഇങ്ങനെ 4 വർഷം കിട്ടും. ഈ 4 വർഷങ്ങളിൽ അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം 2019-20 എത്ര ദിവസം ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കാം. 2019 ആരംഭിക്കുന്നത് എപ്പോഴായിരിക്കണം? ഏപ്രിൽ 1, 2019. അവസാനിക്കുന്നത് മാർച്ച് 31, 2020. ഈ ഒരു പീരീഡിൽ എത്ര ദിവസമാണ് അയാൾ ഇന്ത്യയിലുള്ളത് എന്നുള്ളത് നോക്കുക. അതിന് ആ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് നോക്കുക. ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1/4/2018. അയാൾ ഇന്ത്യയിലേക്ക് ഏപ്രിൽ 1, 2018 വന്നു. USA പോയത് എപ്പോഴാണ്? 31 ജൂലൈ 2019. ഈ ഒരു കാലയളവിലാണ് ആ ഒരു ഡേറ്റ് വരിക. അതായത് 19, 20 നമുക്ക് കിട്ടേണ്ടത് അല്ലേ? 19 ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിലാണ്. അപ്പോൾ ഇവിടെ നോക്ക്, 1/4/2018 നോക്കേണ്ട ആവശ്യമില്ല. വെൻറ്റ് ബാക്ക് ടു USA ഓൺ 31/7/2019. അപ്പോൾ ജൂലൈ 31, 2019 എന്ന് പറയുന്നത് നമ്മുടെ 2019-20 വരുന്ന ഡേറ്റാണ്. 19-20 കാരണം 19 ആരംഭിക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഇവിടെ ജൂലൈ 31 അയാൾ USA പോയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏപ്രിൽ 2019, മെയ് 2019, ജൂൺ 2019, ജൂലൈ 2019 ഈ 4 മാസങ്ങളിൽ അയാൾ ഇന്ത്യയിലുണ്ട്. കാരണം ജൂലൈ 31, 2019 പോകുന്നത്. അപ്പോൾ ജൂലൈ നമുക്ക് എത്ര ദിവസമാണുള്ളത്? ആകെ 31 ദിവസമുണ്ടെങ്കിൽ ആ 31 ദിവസം അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം 19-20 നോക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ 30 ദിവസം, മെയ് 31 ദിവസം, ജൂൺ 30, ജൂലൈയിൽ 31, അങ്ങനെ 122 ദിവസം അയാളത് ഇന്ത്യയിലായി കിട്ടും. ഇനി നോക്കേണ്ടത് അടുത്ത പ്രീവിയസ് ഇയർ 1/4/2018 19. 1/4/2018 നോക്കാനും അതേ സെൻറ്റൻസ് നോക്കിയാൽ മതി. എന്താണ്? ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1 ഏപ്രിൽ 2018. ഏപ്രിൽ 1, 2018 അയാൾ ഇന്ത്യയിലേക്ക് വന്നു. വെൻറ്റ് ബാക്ക് ടു USA. ദെൻ USA പോയത് 31 ജൂലൈ 2019 അതിനർത്ഥം എന്താണ്? 2018-19 എന്ന് പറയുന്നത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഏപ്രിൽ 1, 2018 ടു മാർച്ച് 2019 അല്ലേ? അപ്പോൾ ആ ഒരു കൊല്ലം അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് തന്നെ മനസ്സിലാവും. 1/4/2018 വന്ന ആൾ ജൂലൈ 31, 2019 പോകുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 1/4/2018 തുടങ്ങി 31/3 മാർച്ച് 31, 2019 വരെ അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഫുൾ ഡേയ്സ് അയാൾ ഇന്ത്യയിൽ
ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 18-19 365 ദിവസവും ഇന്ത്യയിലുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തൊട്ടടുത്ത പ്രീവിയസ് ഇയർ ഏതാണെന്ന് നോക്കുക. 17-18. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 17-18 എത്ര ദിവസമാണ് ഉള്ളതെന്ന് നോക്കുക. അതിന് ഇപ്പം നോക്കിയ സെൻറ്റൻസിൻ്റെ തൊട്ട് മുകളിലുള്ള സെൻറ്റൻസാണ് നോക്കേണ്ടത്. എന്താണത്? 1990 ലണ്ടനിൽ പോയ ആൾ ഇന്ത്യയിലേക്ക് വന്നു. എപ്പോൾ? ജൂൺ 30, 2014. എന്നിട്ട് ഇന്ത്യയിൽ താമസിച്ചു. എത്ര വർഷം? 3 വർഷം. എന്നിട്ട് USA പോകുന്നത് എപ്പോഴാണ്? 1/7/2017, അതായത് ജൂലൈ 1, 2017. നമുക്ക് വേണ്ട പീരീഡ് ഇപ്പോൾ ഏതാണ്? വേണ്ട പീരീഡ് 17-18, അതായത് ഏപ്രിൽ 2017 തുടങ്ങി മാർച്ച് 2018. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷന് നമുക്കറിയാം ജൂലൈ 1, 2017 ഇയാൾ US പോകുന്നത്. അപ്പോൾ ആ ജൂലൈ 1, 2017 പോയി. ഓക്കെ, പോയിട്ട് പിന്നെ വരുന്നത് ഏപ്രിൽ 1, 2018. അതിനർത്ഥം ജൂലൈ 1, 2017 പോയ വ്യക്തി പിന്നീട് അങ്ങോട്ടുള്ള പീരീഡ് ഏതാണ്? ഓഗസ്റ്റ് 2017, സെപ്റ്റംബർ 2017. അതിലൊന്നും ഇന്ത്യയിൽ ഇല്ല. കാരണം വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 2018. ഓക്കെ, അപ്പം നമുക്കറിയാം ആ ഒരു പീരീഡിൽ അപ്പോൾ എപ്പോഴായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ആ 1/7/2017 മുമ്പിലുള്ള മാസങ്ങളിൽ. മുമ്പിലുള്ള മാസം എന്ന് പറയുമ്പം 2017-18 എടുത്ത് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് ആ USA പോകുന്ന ആ ഒരു ദിവസം കൂടി 1-ാം തീയതി കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ 17-18 നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ 1 ദിവസം, അങ്ങനെ 92 ദിവസം കിട്ടും. പിന്നെ വരുന്ന പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 16-17. 16-17 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 30/6/2014 വന്ന ആൾ 3 വർഷം നിന്നിട്ടാണ് ജൂലൈ 1, 2017 ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ 3 വർഷം എന്ന് ഉദ്ദേശിക്കുമ്പോൾ 14 കഴിഞ്ഞിട്ടുള്ള 3 വർഷമാണ്. അതിനർത്ഥം എന്താണ്? 16-17 എല്ലാ ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, 365 ദിവസം. സോ അതുകൊണ്ട് തന്നെ ഈ 4 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 365 ദിവസത്തിലേക്കാട്ടിയും കൂടുതൽ വരുന്നുണ്ടല്ലേ? യെസ്, 4 വർഷവും ടോട്ടൽ എടുത്ത് 365 അതിലധികമോ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്നാണ് അർത്ഥം. 60 ദിവസവും ഓക്കെയാണ്. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷം 365 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇയാളുടെ അഡീഷണൽ കണ്ടീഷനാണ്. കാരണം ഇയാൾ റെസിഡൻ്റ് ആയി മാറി. ഇനി അഡീഷണൽ കണ്ടീഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 10 വർഷത്തിൽ. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 7 വർഷം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 730 ദിവസമോ അല്ലെങ്കിൽ അതിലധികമോ ഇന്ത്യയിൽ വരണം. അപ്പം നമ്മൾ 4 വർഷത്തെ ഡേറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചു. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷം നമുക്ക് ഓൾറെഡി അറിയാം. 122, 365, 92, 365. ഇനി അങ്ങോട്ടേക്കുള്ള ബാക്കി 6 വർഷം കൂടി എഴുതിയാൽ ടോട്ടൽ 10 വർഷത്തെ ഡാറ്റ നമുക്ക് കിട്ടും. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 10 വർഷമാണ് വേണ്ടത്. പ്രീവിയസ് ഇയർ 2020-21. അപ്പോൾ അതിന് തൊട്ട് മുമ്പിലുള്ള 10 വർഷം എന്ന് പറയുന്നത് ഇതാണ്: 19, 20, 18, 19, 17, 18, 16, 17, 15, 16, 14, 15, 13, 14, 12, 13, 11, 12, 10, 11. ദെൻ ഇതിൽ 4 കൊല്ലത്തെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ളത് എടുത്തെഴുതുക. അത് 2015-16. 2015-16 നമുക്ക് 366 ഡേയ്സ് കിട്ടും. കാരണം ഇവിടെ ഇന്ത്യയിൽ 1990 ശേഷം അയാൾ ജൂൺ 30, 2014 വന്നിട്ട് ഇന്ത്യയിൽ 3 വർഷം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം 14 വന്ന ആൾ 3 വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, 14, 15, 16, 17, 2017 വരെ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് 15, 16 എടുക്കുകയാണെങ്കിലും ഫുൾ ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായി മനസ്സിലാവും. അപ്പോൾ ആ 2015-16 പ്രത്യേകത 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ് അല്ലേ?
കൃത്യമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2016 കൂടി അതിൽ വരും. ഫുൾ വർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി കൂടി വരും. ഫെബ്രുവരി 2016 എന്ന് പറയുന്നത് 29 ദിവസം ആയതുകൊണ്ടാണ് 365 പകരം 366 ദിവസം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് 2014-15 ആണ്. 2014-15 ഫുൾ ഇയർ ഡേയ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ വിട്ടിട്ട് പോയാൾ വരുന്നത് എപ്പോഴാണ്? ജൂൺ 30, 2014 എന്നിട്ടാണ് 3 വർഷം താമസിക്കുന്നത്. ജൂൺ 30 വന്നിട്ടുള്ളൂ എന്ന് പറയുന്നതിനർത്ഥം 2014 തന്നെ എത്ര മാസം അവശേഷിക്കുന്നുണ്ട്? ഏപ്രിൽ വരുന്നുണ്ട്, മെയ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏപ്രിലും മെയ്യിലൊന്നും അയാൾ ഇന്ത്യയിലില്ല 2014. അപ്പോൾ അതുകൊണ്ട് തന്നെ 2014-15 പീരീഡിൽ നമുക്ക് ഏപ്രിൽ മെയ് എടുക്കാൻ പറ്റില്ല. ഓക്കെ. ജൂൺ 30 എന്നുള്ള ഡേറ്റിനാണ് അയാൾ വരുന്നത്. അപ്പോൾ ജൂൺ 30 എന്ന് പറയുമ്പോൾ ജൂണിലെ ബാക്കി 29 ദിവസവും നമുക്ക് എടുക്കാൻ പറ്റില്ല. ജൂണിൽ ആകെ 30 ദിവസമാണ് ഉള്ളത്. അതിൽ ആ 30-ാം തീയതി ഉള്ളത് ഒരു ഡേ ആയിട്ട് നമുക്ക് എടുക്കാം. ബാക്കി വരുന്ന ദിവസമൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജൂൺ 30-ന് ശേഷം പിന്നെ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? 14-15 ജൂലൈ എടുക്കാം, ഓഗസ്റ്റ് എടുക്കാം, ദെൻ സെപ്റ്റംബർ എടുക്കാം, ഒക്ടോബർ എടുക്കാം, നവംബർ എടുക്കാം, ഡിസംബർ എടുക്കാം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അതാണ് 2015 മാർച്ച് വരെ എടുക്കാം. അത് അന്നേരമൊക്കെ അയാൾ ഇന്ത്യയിലുണ്ട്. കാരണം 3 വർഷം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇതിൽ ജൂണിൽ മാത്രം ഒരു ദിവസം എടുക്കുക, ആ 30 വന്ന ദിവസം. അങ്ങനെ 2014-15 നോക്കുകയാണെങ്കിൽ ടോട്ടലി 275 ദിവസം എന്ന് കിട്ടും. പിന്നെ വരുന്നത് 13, 14, 12, 13, 11, 12, 10, 11 ഈ വർഷങ്ങളിലൊന്നും അയാൾ ഇന്ത്യയിലില്ല. 0 ഡേയ്സ് ആണ്. കാരണം ലണ്ടനിൽ 1990 പോയ വ്യക്തി ഇന്ത്യയിലേക്ക് വന്നത് എപ്പോഴാണ്? ജൂൺ 30, 2014 അതിനർത്ഥം അതിന് മുമ്പുള്ള ഡേയ്സ് ഇയേഴ്സൊന്നും അയാൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ 0 ഡേ ആണ്. ഇങ്ങനെയാണ് 10 വർഷം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ തന്നെ ആ ഡേയ്സ് മനസ്സിരുത്തി കൗണ്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാനേ പറ്റൂ. നിങ്ങളാണ് ആ വന്നതും പോയതും ഡേറ്റെല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യേണ്ടത്. അതൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഡേയ്സ് കൗണ്ടിങ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കാം. 10 വർഷം നമ്മൾ എഴുതി കഴിഞ്ഞു. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആവണമെങ്കിൽ ആ 2 വർഷം 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്ക്, 2018-19 365 ദിവസം ഇന്ത്യയിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 182-ലധികം വരുന്നുണ്ട്. 16-17 365, 15-16 366, 14-15 275 എല്ലാം 182 ദിവസത്തിനെക്കാട്ടിയും കൂടുതലാണ്. അപ്പം 2 വർഷത്തിലധികം അയാൾ 182 ദിവസത്തിലധികം വരുന്നുണ്ട്. അതിനർത്ഥം അയാൾ 2 വർഷത്തിലധികം അയാൾ എന്താവുന്നുണ്ട്? റെസിഡൻ്റ് ആവുന്നുണ്ട്. 10 വർഷങ്ങളിൽ 2 വർഷമേ റെസിഡൻ്റ് ആവേണ്ട ആവശ്യമുള്ളൂ, 2-ലധികം റെസിഡൻ്റ് ആവുന്നുണ്ട്. സോ ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 7 വർഷം 730 ദിവസം എന്നാണ് പറയുന്നത്. അപ്പം പ്രീവിയസ് ഇയറിന് തൊട്ടുമുമ്പ് 7 വർഷം എന്ന് പറയുന്നത് ഈ 10 കൊല്ലങ്ങളിൽ 19-20 തുടങ്ങി 13-14 വരെയാണ് വരിക. അത് ഫുള്ള് ഡേയ്സ് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് 1585 ദിവസം എന്ന് കിട്ടും. അതിനർത്ഥം 730 ദിവസത്തിനെക്കാട്ടും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ ഈ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ.